അവഞ്ചേഴ്സ് ഡൂംസ്ഡേ കാണാൻ പോകുന്നുണ്ടോ? പക്ഷേ എംസിയിലെ പഴയ സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ലല്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അയൺമാൻ മുതൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വരെ നമ്മൾ കണ്ട കഥയും അതിനുശേഷം എംസിയിൽ സംഭവിച്ച പ്രധാന കാര്യങ്ങളും ചേർത്താണ് ഇപ്പോൾ ഡൂംസ്ഡേയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡൂംസ്ഡേ കാണുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം അയൺമാനിൽ നിന്നും. ടോണി സ്റ്റാർക്ക് ഒരു ബില്യനെയർ ആയിരുന്നു. ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ കുടുങ്ങിയതിനു ശേഷം സ്വന്തം കൈകൊണ്ട് അയൺമാൻ സ്യൂട്ട് ഉണ്ടാക്കുന്നു. പിന്നീട് അവഞ്ചേഴ്സ് രൂപപ്പെട്ടതോടെ അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ, ഹൾക്ക്, ബ്ലാക്ക് വിഡോ, ഹോക്കൈ എന്നിവർ ഒന്നിക്കുന്നു. 2012 അവഞ്ചേഴ്സിൽ ലോക്കിയും ചിറ്റാരി ആർമിയും ചേർന്നു ഭൂമിയെ ആക്രമിക്കുമ്പോൾ ഈ ഹീറോസ് ആദ്യമായി ഒരു പ്രോപ്പർ ടീമായി ഒന്നിക്കുന്നു. അതായിരുന്നു അവഞ്ചേഴ്സിന്റെ തുടക്കം. പിന്നീട് അൾട്രോൺ വരുന്നു. അൾട്രോണിനെ തടയുന്ന സമയത്താണ് വിഷൻ എന്ന ക്യാരക്ടർ വരുന്നത്. അതോടൊപ്പം വാണ്ട മാക്സിമോഫും എംസിയുടെ ഒരു പ്രധാന കഥാപാത്രമായി മാറുന്നു. പിന്നീട് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ അവഞ്ചേഴ്സ് തന്നെ രണ്ടായി പിരിയുന്നു. ടോണി സ്റ്റാർക്കിന്റെയും സ്റ്റീവ് റോജേഴ്സിന്റെയും കോൺഫ്ലിക്റ്റ് കാരണം അവഞ്ചേഴ്സ് ഒഫീഷ്യലി സ്പ്ലിറ്റ് ആകുന്നു. സ്പൈഡർമാൻ, ബ്ലാക്ക് പാന്തർ തുടങ്ങിയ ക്യാരക്ടേഴ്സ് ഈ സമയത്താണ് എംസിയിലേക്ക് വരുന്നത്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ മറ്റൊരു വലിയ ത്രെട്ട് വളരുകയായിരുന്നു. അതായിരുന്നു താനോസ്. ഇൻഫിനിറ്റി സ്റ്റോൺ ശേഖരിച്ച താനോസ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ ഒടുവിൽ വിജയിക്കുന്നു. ഒരു സ്നാപ്പ് കൊണ്ട് യൂണിവേഴ്സിലെ പകുതി ജീവജാലങ്ങളെയും ഇല്ലാതാക്കുന്നു. പിന്നീട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ബാക്കിയുള്ള ഹീറോസ് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയി ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരികെ ശേഖരിച്ച് എല്ലാവരെയും തിരികെ കൊണ്ടുവരുന്നു. താനോസിനെ തോൽപ്പിക്കാൻ ടോണി സ്റ്റാർക്ക് സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യുന്നു. ക്യാപ്റ്റൻ അമേരിക്ക തന്റെ ഷീൽഡ് സാം വിൽസന് കൈമാറുകയും ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ടാണ് എംസിയുടെ ആദ്യ സാഗയായ ഇൻഫിനിറ്റി സാഗ അവസാനിക്കുന്നത്. പക്ഷേ എൻഡ് ഗെയിമിന് ശേഷം സംഭവിച്ചത് ഇതിലും വലിയ പ്രശ്നമാണ്: മൾട്ടിവേഴ്സ്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സീരീസാണ് ലോക്കി. സീസൺ 1ന്റെ അവസാനം സിൽവി ഹി ഹു റിമെയിൻസിനെ കൊല്ലുന്നു. ഹി ഹു റിമെയിൻസ് ആണ് സേക്രഡ് ടൈം ലൈനെ നിയന്ത്രിച്ചിരുന്നത്. അയാൾ മരിച്ചതോടെ ടൈം ലൈൻ ബ്രാഞ്ച് ആകാൻ തുടങ്ങുകയും മൾട്ടിവേഴ്സ് വീണ്ടും തുറക്കുകയും ചെയ്യുന്നു. മാറൽ തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്, ലോക്കി സീരീസിൽ ഉണ്ടായ സംഭവങ്ങളാണ് സ്പൈഡർമാൻ നോ വേ ഹോം, ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് പോലുള്ള മൾട്ടിവേഴ്സൽ സ്റ്റോറീസിന് വഴിയൊരുക്കിയത്. അതിനുശേഷം സ്പൈഡർമാൻ നോ വേ ഹോം പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി എല്ലാവരും മറക്കണമെന്നതിനായി ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സ്പെല്ല് ചെയ്യുന്നു. സ്പെല്ല് തെറ്റിപ്പോവുകയും മറ്റു യൂണിവേഴ്സിൽ നിന്ന് പല ക്യാരക്ടേഴ്സ് എംസിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് മൾട്ടിവേഴ്സ് എംസിയിൽ ഒരു വലിയ റിയാലിറ്റിയായി മാറുന്നത്. പിന്നീട് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നമ്മൾ മൾട്ടിവേഴ്സ് എത്ര ഡേഞ്ചറസ് ആണെന്ന് കാണുന്നു. ഡിഫറന്റ് യൂണിവേഴ്സ് തമ്മിലുള്ള ഇൻവേർഷൻ എന്ന ഫിനോമിനൻ ഉണ്ടാകുന്നു. ഒരു യൂണിവേഴ്സിലുള്ള ഒരാൾ മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോയി വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ രണ്ട് യൂണിവേഴ്സും തമ്മിൽ കൊളിഷൻ ഉണ്ടായി ഏതെങ്കിലും ഒരു യൂണിവേഴ്സ് നശിക്കുമെന്നത് കാട്ടിത്തന്നു. ഇനി വാണ്ടയുടെ സ്റ്റോറിയും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. വാണ്ട വിഷൻ എന്ന സീരീസിന് ശേഷം വാണ്ട ഡാർക്ക് ഹോൾഡ് ഉപയോഗിക്കുകയും സ്കാർലറ്റ് വിച്ചായി മാറുകയും ചെയ്യുന്നു. മൾട്ടിവേഴ്സിലെ തന്റെ ആൾട്ടർനേറ്റീവ് വേർഷന്റെ ജീവിതവുമായി ബന്ധപ്പെടാൻ അവൾ ശ്രമിക്കുന്നു. ഒടുവിൽ വാണ്ട ഡാർക്ക് ഹോൾഡിനെ എല്ലാ യൂണിവേഴ്സിൽ നിന്നും ഡിസ്ട്രോയ് ചെയ്യുന്നു. അതോടെയാണ് എംസിയുടെ മൾട്ടിവേഴ്സ് ആകെ ശരിക്കും സീരിയസ് ആകുന്നത്. ഇതിനിടയിൽ ലോക്കി സീസൺ 2 ടിവിയുടെയും ടൈം ലൈന്റെയും സ്റ്റോറി കൂടുതൽ വലിയ രീതിയിൽ മാറുന്നു. ലോക്കി ഒടുവിൽ ടൈം ലൈൻസിനെ രക്ഷിക്കാൻ എൻഡ് ഓഫ് ടൈമിൽ തുടരുന്നു. ഒരു വലിയ പവർഫുൾ കോസ്മിക് ഫിഗറായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് മൾട്ടിവേഴ്സ് ഇപ്പോൾ ഒരൊറ്റ ടൈം ലൈൻ അല്ല, കൗണ്ട്ലെസ് റിയാലിറ്റീസ് ഉള്ള ഒരു വലിയ സിസ്റ്റമായി മാറുന്നു. ഇനി വരുന്നത് ഡൂംസ്ഡേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന സിനിമ നമ്മളെ പുതിയൊരു യൂണിവേഴ്സ് പരിചയപ്പെടുത്തി. അവിടെ റീഡ് റിച്ചാർഡ്സ്, ഹ്യൂ സ്റ്റോം, ജോണി സ്റ്റോം, ബെൻ ഗ്രിം എന്നിവർ ആയിരുന്നു ആ യൂണിവേഴ്സിലെ ഫാന്റാസ്റ്റിക് ഫോർ ടീം. അവരുടെ യൂണിവേഴ്സിനും എംസിയിലെ മെയിൻ യൂണിവേഴ്സിനും ഇടയിൽ എന്താണ് സംഭവിക്കുക എന്നതാണ് ഡൂംസ്ഡേയിലെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസിൽ ഒന്ന്. ഇതോടൊപ്പം ഓൾട്ടർനേറ്റ് യൂണിവേഴ്സിലുള്ള എക്സ്മെൻ ലെഗസി ക്യാരക്ടേഴ്സ് ഡൂംസ്ഡേയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. പ്രൊഫസർ എക്സ്, മാഗ്നീറ്റോ, സൈക്ലോപ്സ് തുടങ്ങിയ ക്യാരക്ടേഴ്സിനെ ഒഫീഷ്യൽ ട്രെയിലർ വഴി അവർ റിവീൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്രയും ഡിഫറന്റ് ആയ ക്യാരക്ടേഴ്സ് ഒരേ സിനിമയിൽ എന്തിനാണ് വരുന്നത്? ഇതിനുള്ള പ്രധാന കാരണം ഡോക്ടർ ഡൂം ആണ് ഡൂംസ്ഡേയിലെ പ്രധാന വില്ലനായി എത്തുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ടോണി സ്റ്റാർക്കായി നമ്മൾ 10ഓളം സിനിമകളിൽ കണ്ട റോബർട്ട് ഡൗണി ജൂനിയർ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ഡൂമായി തിരിച്ചു വരുന്നത്. പക്ഷേ ഇത് ടോണി സ്റ്റാർക്ക് തിരികെ വരുന്നു എന്നല്ല, റോബർട്ട് ഡൗണി ജൂനിയർ കംപ്ലീറ്റ്ലി ഡിഫറന്റ് ക്യാരക്ടറായ വിക്ടർ വോൺ ഡൂമിനെയാണ് അവതരിപ്പിക്കുന്നത്. ഡോക്ടർ ഡൂം കോമിക്സിൽ ഫാന്റാസ്റ്റിക് ഫോറിന്റെ പ്രധാന എനിമിയാണ്. ജീനിയസ് സയന്റിസ്റ്റ് ആയ റീഡ് റിച്ചാർഡ്സിനോടാണ് ഡോക്ടർ ഡൂമിന്റെ ഏറ്റവും വലിയ റൈവലറി. മാർവലിന്റെ ഒഫീഷ്യൽ ക്യാരക്ടർ പ്രൊഫൈൽ പ്രകാരം ഡോക്ടർ ഡൂം ഒരു ബ്രില്യന്റ് ആയ സയന്റിസ്റ്റും അതോടൊപ്പം ഒരു പവർഫുൾ സോഴ്സറും കൂടിയാണ്. കൂടാതെ അഡ്വാൻസ്ഡ് ആർമേഴ്സ്, ഫോഴ്സ് ഫീൽഡ്, എനർജി വെപ്പൺസ് തുടങ്ങിയവ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. ഇനി ഡൂംസ്ഡേയിലേക്ക് എത്തുമ്പോൾ അവഞ്ചേഴ്സ് മാത്രമല്ല ഈ ഫൈറ്റിൽ ഉണ്ടാകുന്നത്. അവഞ്ചേഴ്സിന്റെ പുതിയ ജനറേഷനായ ന്യൂ അവഞ്ചേഴ്സ്, ഫാന്റാസ്റ്റിക് ഫോർ, എക്സ്മെൻ ലെഗസി ക്യാരക്ടേഴ്സ്, വക്കാൻഡൻസ്, തോർ, സ്റ്റീവ് റോജേഴ്സ്, ലോക്കി തുടങ്ങിയ പല സൈഡിൽ നിന്നുള്ള ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുന്നു. മാർവൽ പുറത്തുവിട്ട ഒഫീഷ്യൽ ട്രെയിലറിൽ ഇതിൽ പല റിട്ടേണിംഗ് ക്യാരക്ടേഴ്സിനെയും ഇതിനകം റിവീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഒരു നോർമൽ അവഞ്ചേഴ്സ് മൂവിയായി മാത്രം കാണേണ്ടതല്ല. ഇത് എംസിയുടെ പഴയ കഥകളും പുതിയ മൾട്ടിവേഴ്സ് സ്റ്റോറി ലൈനെയും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു വലിയ ക്രോസ് ഓവർ ആയിരിക്കും. നിങ്ങൾ ഡൂംസ്ഡേ കാണാൻ പോകുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ അറിയണമെങ്കിൽ മൂവിയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരാണെന്നും അവർ ഏത് യൂണിവേഴ്സിൽ നിന്നാണ് വരുന്നതെന്നും ഡോക്ടർ ഡൂം എന്തുകൊണ്ട് ഇത്രയും വലിയ ത്രെട്ട് ആകുന്നു എന്നും മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്. മാർവൽ ഇപ്പോൾ ഒഫീഷ്യലി ഡൂംസ്ഡേക്ക് ശേഷം സീക്രട്ട് വാർസിനെയാണ് നെക്സ്റ്റ് അവഞ്ചേഴ്സ് മൂവിയായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ അയൺമാൻ ആണ് എംസി തുടങ്ങിയത്, അവഞ്ചേഴ്സ് ആണ് ഹീറോസിനെ ഒന്നിപ്പിച്ചത്, താനോസ് ആണ് ഇൻഫിനിറ്റി സാഗ അവസാനിപ്പിച്ചത്, ലോക്കിയാണ് മൾട്ടിവേഴ്സ് തുറന്നത്, സ്പൈഡർമാൻ, ഡോക്ടർ സ്ട്രേഞ്ച് എന്നിവർ മൾട്ടിവേഴ്സിന്റെ കോൺസിക്വൻസ് കാണിച്ചു തന്നു.
ഫാന്റാസ്റ്റിക് ഫോർ, എക്സ്മാൻ എന്നിവർ മൾട്ടിവേഴ്സിനെ കൂടുതൽ വലുതാക്കി. ഇപ്പോൾ എല്ലാം എത്തിച്ചേരുന്നത് ഡോക്ടർ ഡൂമിലേക്കാണ്. അതുകൊണ്ട് ഡൂംസ്ഡേ കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ഇത് വെറും ഒരു പുതിയ അവഞ്ചേഴ്സ് മൂവിയല്ല, ഇതുവരെ MCU ബിൽഡ് ചെയ്തു വെച്ച പല കഥകളും ഒരുമിച്ച് കൊളൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ക്രോസ് ഓവർ ഇവന്റ് ആയിരിക്കും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർവൽ, DC, ഹോളിവുഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയയിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടർ ആരായിരിക്കും? നിങ്ങളുടെ നാട്ടിലുള്ള പേഴ്സണൽ ഫാൻ തിയറീസും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.